നമസ്തേ. നമ്മൾ 2025 പ്രവേശിച്ചിരിക്കുകയാണ്. 2025 പ്രവേശിക്കുന്ന സമയത്ത് വി ഹാവ് ടു ഫോർസീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത്, എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷണറിയെ പോലെ എൻവിഷൻ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കടലിന്റെ ആഴം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് നീന്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. 2025 തൊട്ട് 2075 വരെ പോസിബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള ചില കാര്യങ്ങളുടെ ഒരു പ്രവചനം, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടവും ആകുന്ന സമയത്തേക്ക് പരിണമിക്കുക എന്നുള്ളതിന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രവചനങ്ങളും വ്യൂ പോയിന്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് AI ഡൊമിനേഷൻ എന്നുള്ളതാണ്. വി ആർ ലിവിംഗ് ഇൻ ദ എറ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AI എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷനേക്കാളും ബിയോണ്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലെ ChatGPT പോലും അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പാകത്തിന് ഇത്രയും വലിയൊരു ടെക്നോളജി ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള തലങ്ങളിൽ ആ ടെക്നോളജി എത്രമാത്രം വികസിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അധ്യാപകൻ പറഞ്ഞത് ഓർക്കുകയാണ്. ഞങ്ങൾ റോബോട്ടിക്സിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും ഒക്കെ ചോദിച്ച സമയത്ത് AI എന്ന് പറയുന്നത് അതിന്റെ ശൈശവ ദശയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇറ്റ് ഈസ് ഇൻകാപ്പബിൾ ടു ഗ്രാസ്പ് ഹ്യൂമൻ ഇമോഷൻസ് എന്നുള്ളത്, മനുഷ്യന്റെ വികാരങ്ങളെ അത് മനസ്സിലാക്കാനായിട്ട് അതിന് സാധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈവൻ ദ ChatGPT ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ്, അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂറോ സൈക്കോളജി പോലുള്ള കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൈക്കോളജിയുടെ സഹായത്തോടു കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇമോഷൻസിനെ കീറി മുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അത് ക്യാപ്പബിൾ ആകും എന്നുള്ളതാണ്. അതിന് നമ്മളെക്കാളും മെമ്മറി കപ്പാസിറ്റി അല്ലെങ്കിൽ ഓർത്തു വെക്കാനുള്ള ആ ഒരു ശേഷിയുണ്ട്. മെമ്മറിയുടെ കപ്പാസിറ്റി എന്നതിനപ്പുറത്തേക്ക് ഓർത്തു വെക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ബിക്കോസ് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷെ നമുക്കതിന്റെ റിക്കവറി ആൻഡ് സ്റ്റോറേജിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി ജയന്റ് ഓർ ജീനിയസ് ആകാനായിട്ട് സാധിക്കുന്നത്. ബട്ട് കമ്പയറിംഗ് മാനവരാശിയുടെ മുഴുവൻ ഇൻഫർമേഷനും ഈ പറയുന്ന ടെക്നോളജിക്ക് ആക്സസിബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യുക്തിപരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മളെക്കാളും മികച്ച രീതിയിൽ ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇമോഷൻസ് നമ്മുടെ യുക്തിയെ പല സമയത്തും ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കൊഗ്നീഷന് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകുന്ന സമയത്ത്, സൊസൈറ്റി ആൻഡ് അതർ പീപ്പിൾ നമ്മുടെ ചിന്താരീതികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇത്തരത്തിലുള്ള പരിമിതികൾ ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ഈ പറയുന്ന ബുദ്ധിശേഷി, കൃത്രിമമായിട്ടുള്ള ഈ പറയുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഈക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും പവർഫുൾ ആയിട്ടുള്ള ബുദ്ധിശേഷി എന്ന് പറയുന്നത്, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സിന്തറ്റിക് ഹ്യൂമൻ ലൈക്ക് ഓർ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ബോഡിയിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന്റെ പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മനുഷ്യനേക്കാൾ വെൽ പവർഫുൾ ആയിട്ടുള്ള, വെൽ മെമ്മറി കപ്പാസിറ്റി ഉള്ള, വെൽ റീകോളിംഗ് കപ്പാസിറ്റി ഉള്ള, അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ലോജിക് ഉള്ളതായിട്ടുള്ള, ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ബീയിങ് വിൽ കെയിം ടു എക്സിസ്റ്റൻസ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഗതി അസ്തിത്വത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ളതാണ്. ഇതിനെ നിയന്ത്രിക്കുന്ന വ്യക്തികൾക്ക് അതിനെ പല രീതിയിൽ നിയന്ത്രിക്കാമെന്നുള്ള ഒരു സ്വാതന്ത്ര്യവും കൂടെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ലോകത്തിന്റെ സാഹചര്യങ്ങൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് എക്സ്ഹോഷൻ ഇല്ല, വേദനകളില്ല, മറ്റു രീതിയിലുള്ള ടെൻഷനുകളില്ല. ഇതൊക്കെ ഇതിന്റെ മനുഷ്യനിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ശേഷികളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും ഒക്കെ സഹായം ഇപ്പോ ബയോടെക്നോളജി മേഖലയിലൂടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള അവസ്ഥയിലേക്ക് ക്ലബ് ചെയ്യിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പല രീതിയിലുള്ള സംവിധാനങ്ങളിലൂടെ നമ്മുടെ ശേഷികളെ മറികടക്കാനോ അല്ലെങ്കിൽ നമുക്കുള്ള കുറവുകളെ നികത്താനായിട്ടോ ഈ ടെക്നോളജി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൈബോർഗുകൾ ജന്മമെടുക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. എനിക്കിപ്പോൾ 2 കൈയും 2 കാലുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ടെക്നോളജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഡെവലപ്പ് ആകുന്ന സമയത്ത് എന്റെ കൈയുടെയും കാലിന്റെയും പരിമിതികളെ മാറ്റിമറിക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റോബോട്ടിക്സ്
ഓർ ബയോടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾക്കും സാധിക്കും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ സാധാരണ മനുഷ്യന്റെ കരങ്ങളെക്കാളും കാലുകളെക്കാളും പവർഫുൾ ആയിരിക്കും, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ. സോ AI ഈസ് ലേണിംഗ് ഇമോഷൻസ് ലൈക്ക് എ ചൈൽഡ് എന്നുള്ളതാണ്. ഒരു കുട്ടി ഇമോഷൻസ് പഠിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ അതിനേക്കാളും എഫക്റ്റീവായിട്ട് AI ഇമോഷൻസും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭാവിയിൽ AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു വാർ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇതിനെ നിയന്ത്രിക്കുന്ന വ്യക്തികൾ, ഇതിന്റെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡിൽ ഡെവലപ്മെന്റ്സ് സാധ്യമാക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹിഡൻ അജണ്ടകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ലൈക്ക് പ്രൊജക്ട് 2036 പോലുള്ള കോൺസ്പിറസി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് മനുഷ്യൻ പോവുകയാണെങ്കിൽ നമ്മൾ ഐ റോബോട്ട്സ് പോലെയുള്ള സിനിമകളിൽ കണ്ടതുപോലെ റോബോട്ടുകൾക്കും നമുക്കൊരു പർപ്പസ് കൊടുക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ അവിടെ മനുഷ്യൻ ഒരു ദൈവമായിട്ട് മാറുകയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ AI എനേബിൾഡ് ആയിട്ടുള്ള വാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏത് രാജ്യമാണോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്, ആ രാജ്യമായിരിക്കും ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തിയായിട്ട് ഇനി മാറാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭാരത സർക്കാർ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റിസർച്ച് സെന്ററുകൾ, സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ കളിയാക്കുന്നതിന് പകരം അത് വലിയൊരു നേട്ടമാണ് എന്നുള്ളതും അത് ഡിഫൻസിന്റെ കൂടി ഒരു ഭാഗമായിട്ട് മാറുകയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ കാലങ്ങൾ കഴിയുന്തോറും മനുഷ്യൻ കൂടുതൽ സിവിലൈസ്ഡ് ആകുകയും ഈ യുദ്ധം പോലെയുള്ള പ്രാകൃതമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് മനുഷ്യൻ മാറി വരികയും ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ പല സമയത്തും ഏതെങ്കിലും ഒരു കൂട്ടർ നന്നാകണമെന്ന് വിചാരിച്ചാലും സ്വാർത്ഥമതികളായിട്ടുള്ള ചില വ്യക്തികളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ആൾക്കാരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അത്തരത്തിലുള്ള അവസ്ഥകളും കൂടെ മാറി മറിയുകയാണെങ്കിൽ സാഹോദര്യത്തിൽ മാനവരാശിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എഞ്ചിനീയർഡ് ഡിസാസ്റ്ററുകളും അതുപോലെ തന്നെ ബയോ എഞ്ചിനീയർഡ് ആയിട്ടുള്ള പാൻഡമിക്സും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. COVID-19 കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അത് ചൈനയിലെ മറ്റോ ഏതെങ്കിലും ഒരു ലാബിൽ നിന്ന് പോയതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, പിന്നീട് അത് ശരിവെക്കുന്നത് പോലെയുള്ള വർത്തമാനങ്ങൾ. ഇപ്പോൾ വീണ്ടും പുതിയ വൈറസ് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഉറവിടവും ഇതേ സ്ഥലത്ത് നിന്നാണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലബോറട്ടറിയിൽ നിന്ന് ഒരു വൈറസ് പുറത്തിയാടുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു പിഴവ് മൂലമാണോ, അതോ റിയൽ ആയിട്ട് എന്തെങ്കിലും മാനിപ്പുലേഷൻസിന് വേണ്ടി ലൈക്ക് പോപ്പുലേഷൻ കൺട്രോൾ പോലുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സംഭവിപ്പിക്കുന്നതാണോ എന്നുള്ളതൊക്കെ കോൺസ്പിറസി തിയറിസ്റ്റുകൾ ചിന്തിച്ചു പോന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് സ്പേസ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെയൊക്കെ വന്ന് കോളനിവൽക്കരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ലോകത്തിൽ മുഴുവൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിന് അപ്പുറത്തേക്ക് ഇന്ന് ഭൂമിയിലുള്ള ഹ്യൂമൻ ബീയിങ്സ് ആർ ഗോയിങ് ടു കോളനൈസ് അതർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മനുഷ്യൻ ജീവൻ ഇല്ലെങ്കിൽ മനുഷ്യന്റെ കോളനികൾ തന്നെ അവിടെ സ്ഥാപിക്കാൻ പാകത്തിന് വളരുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എലോൺ മസ്കിനെ പോലുള്ള വ്യക്തികളുടെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിനെ പോലുള്ള വ്യക്തികളുടെ കഠിനമായിട്ടുള്ള പരിശ്രമവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ 2075 മുൻപായിട്ട് തന്നെ പ്രാവർത്തികമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ സ്പേസ് കോളനൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു വിനോദത്തിനപ്പുറത്തേക്ക് എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അപ്പോകലിപ്സ്, ഒരു ലോകാവസാനം ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിന് ഡിറ്റീരിയോറേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എർത്തിൽ ഒരു വാസയോഗ്യമല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ പ്ലാനറ്റിൽ വരികയാണെങ്കിൽ അതർ പ്ലാനറ്റിലേക്ക് കോളനൈസേഷൻ വഴി നമ്മുടെ ഇവിടുന്ന് കാപ്പബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കാപ്പബിൾ ആയിട്ടുള്ളവർ പോവുകയും ദ റെസ്റ്റ് ഇവിടെ കിടന്ന് സഫർ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, മാനവരാശി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതെ ആകണമെങ്കിൽ ഇനി മനുഷ്യൻ തന്നെ വിചാരിക്കണം എന്നുള്ളത്. ഇവിടെ നമ്മൾ മതങ്ങളുടെയും മറ്റും പ്രവചനവും ദൈവത്തിന്റെ അപ്രമാദിത്വവും നഷ്ടമാവുകയാണ്. മതങ്ങളുടെ പ്രവചനം അല്ലെങ്കിൽ മതങ്ങൾ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്നത് ബലഹീനനാകുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ഇനി 2025 അപ്പുറത്തേക്ക് കാണാനായിട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് യഥാർത്ഥ ദൈവം എന്താണ് എന്നുള്ള മനുഷ്യന്റെ അന്വേഷണം പുതിയതായിട്ടുള്ള ഒരു ആത്മീയ വീക്ഷണത്തിലേക്കും ഒരു ന്യൂ ഏജ് സ്പിരിച്വൽ എവല്യൂഷനിലേക്കും മനുഷ്യനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. വളർന്നു വരുന്നതായിട്ടുള്ള സാങ്കേതിക വിദ്യയെ തടഞ്ഞു നിർത്തിയ മതങ്ങൾ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. സോ ടെക്നോളജി ഓർ സയൻസ് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ എവല്യൂഷനാണ് നമ്മൾ ഇനി കാണുവാനായിട്ട് പോകുന്നത്. മതങ്ങളെ തള്ളിക്കൊണ്ടുള്ള ആത്മീയമായിട്ടുള്ള വളർച്ച നമുക്ക് സാക്ഷിയാകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് വളരെ കർക്കശമായിട്ടുള്ള പരിസ്ഥിതി നിയമങ്ങളാണ്. എൻവയോൺമെന്റൽ ലോസ്, പോളിസീസ്, അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ പോലും കസ്തൂരി രംഗൻ പോലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ, ഗാർഗിൽ പോലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ,
അതുപോലെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കാർബണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്, ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജസ് ആണ് എന്നുള്ളതാണ്. എല്ലാ രാജ്യത്തിലും ഇത്ര അളവിലുള്ള വനം ഉണ്ടായിരിക്കണം എന്നുള്ള നിയമം കൂടുതൽ ശക്തമായിട്ട് വരുമെന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ കാണേണ്ടത്. കാരണം ഇതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ശ്വാസകോശം ഇല്ലാതാവുകയും ഭൂമി മനുഷ്യവാസം അല്ലാതെ ആവുകയും ചെയ്യും എന്നുള്ളതാണ്. എക്സ്ട്രീം ആയിട്ടുള്ള ലെവലിലേക്ക് ഇതിനെയൊക്കെ അധിനിവേശം ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഡീപോപ്പുലേഷൻ എന്ന് പറയുന്ന കാര്യം നാച്ചുറൽ ആയിട്ട് തന്നെ നടക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈവൻ ദിസ് പാൻഡമിക് ഒക്കെ മനുഷ്യനിർമ്മിതം അല്ലെങ്കിൽ അത് ലാബുകളിൽ നിന്ന് ചാടിപ്പോകുന്നത് അല്ലെങ്കിൽ അത് പ്രകൃതിയിൽ നിന്ന് വന്നതാണെങ്കിൽ പ്രകൃതി തന്നെ പ്രകൃതിയിൽ ഇംബാലൻസസ് ഉണ്ടാകുന്ന സമയത്ത് കുറയ്ക്കാനും കൂട്ടാനുമായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന് ഭക്ഷണം എന്നും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് കർഷകർക്ക് കഷ്ടകാലമാണ്. കർഷകരെയൊക്കെ അടിച്ചമർത്തിയിരിക്കുകയാണ്. അവരുടെ നിയമങ്ങളെ അംഗീകരിക്കാത്തുള്ള അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വന്യജീവികളിൽ നിന്ന് അവരുടെ കൃഷിക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സാധ്യമാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഇനി വരാനായിട്ട് പോവുകയാണ്. ഭക്ഷ്യോൽപാദനം നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും എല്ലാ ഗവൺമെന്റുകളും ഭക്ഷ്യോൽപാദനം അതുപോലെ തന്നെ കൃഷി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ, അതിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോൾ ഭക്ഷിക്കുക എന്നതിനുള്ള അപ്പുറത്തേക്ക് ഫ്യൂച്ചറിലേക്ക് ഇതൊക്കെ റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും കൂടുതൽ പവർഫുൾ ആയിട്ട് വരും എന്നുള്ളതും, ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണി ഭൂമിക്ക് വരികയാണെങ്കിലും അല്ലെങ്കിൽ ഒരു അതർ പ്ലാനറ്റിലേക്ക് കോളനൈസ് ചെയ്യേണ്ട വരികയാണെങ്കിലും അവിടേക്ക് കൊണ്ടുപോകാൻ പാകത്തിനുള്ള രീതിയിൽ ഫുഡ് പ്രോസസ് ചെയ്ത് കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഇനി ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സോ വലിയൊരു റവല്യൂഷൻ ആയിരിക്കും യഥാർത്ഥത്തിലുള്ള ഹരിത വിപ്ലവം നമുക്ക് ഇനിയാണ് കാണാനായിട്ട് കിടക്കുന്നത് ആഗോള തലത്തിൽ തന്നെ. അടുത്തതായിട്ടുള്ളത് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ അധിഷ്ഠിതമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബയോടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റം വരും എന്നുള്ളതാണ്. മെഡിക്കൽ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കിന്ന് ഒരുപാട് രോഗങ്ങളുണ്ട്. രോഗങ്ങളുടെ ലക്ഷണങ്ങളെയാണ് ഇന്ന് പല വൈദ്യശാസ്ത്രങ്ങളും വളരെ അത്യാധുനിക ശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോസസിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ജനറ്റിക് ലെവലിൽ തന്നെ ബിഫോർ ദ ബർത്ത് വരാനിരിക്കുന്ന രോഗസാധ്യതകൾ ലൈക്ക് ക്യാൻസർ പോലുള്ള കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, റഷ്യയുടെ ഭാഗത്തു നിന്നും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ന്യൂസുകളിൽ കണ്ടിട്ടുണ്ട്. കൺഫർമേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ ക്യാൻസറിനുള്ള വാക്സിൻ എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റംസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എനേബിൾഡ് ആയിട്ടുള്ള സർജറി മുതൽ അതിനപ്പുറത്തേക്ക് മനുഷ്യനെ ജനറ്റിക് ലെവലിൽ എങ്ങനെയാണ് ക്ലിയർ ആയിട്ടും ഹെൽത്തി ആയിട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ള പഠനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും നമുക്ക് 2025 ശേഷമുള്ള കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫലമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ സ്പീഷീസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈവൻ ജനറ്റിക്കലി എഞ്ചിനീയർഡ് അല്ലെങ്കിൽ ജനറ്റിക്കലി ഇവോൾവഡ് ആയിട്ടുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ന്യൂ ഹ്യൂമൻ സ്പീഷീസിനെ നമ്മൾ ഒരുപക്ഷെ 2025 ശേഷം കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നമ്മുടെ തന്നെ വരാനിരിക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകളുമായിരിക്കും. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിളുകൾ പോലെ തന്നെ ഡ്രൈവർലെസ് ആയിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും. അത് നമ്മുടെ റോഡുകളെ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷങ്ങളെ ഡൊമിനേറ്റ് ചെയ്യുമെന്നുള്ളത് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ഡ്രൈവർലെസ് ആയിട്ടുള്ള വെഹിക്കിൾസ് പല രാജ്യങ്ങളിലും പല രീതിയിൽ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വിജയം മുന്നോട്ട് പോകുന്തോറും അതുപോലെ തന്നെ ഡേ ബൈ ഡേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളും റോഡിനപ്പുറത്തേക്ക് പറക്കാനായിട്ട് സാധിക്കുന്ന വാഹനങ്ങൾ, ഗ്രാവിറ്റിയിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള യാത്രാ സംവിധാനങ്ങളൊക്കെ അതിശക്തമായിട്ട് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതിന് 2075 എത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അടുത്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതപ്രവചനങ്ങളുടെ ഒരു പരാജയമാണ്. മതഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഒരു കാലഘട്ടത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമസംഹിതകളാണ് മതങ്ങൾ എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ മതത്തിന്റെ പ്രവചനങ്ങൾ എന്ന് പറയുന്നതിന്റെ ആ ഒരു വാലിഡിറ്റി അവസാനിക്കാനായിട്ട് പോവുകയാണ്. കാരണം മനുഷ്യൻ മതങ്ങളിൽ എവിടെയും പ്രവചിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തേക്കുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്കും സയന്റിഫിക് പ്രോഗ്രസ് ആൻഡ് അഡ്വാൻസ്മെന്റിലേക്കും എത്തിയിരിക്കുകയാണ്. മതങ്ങൾക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മതങ്ങൾക്ക് ഇത് ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ സമർത്ഥിക്കാനോ സാധിക്കാത്ത രീതിയിൽ അതിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലാണ് സയൻസ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതങ്ങൾ ഇൻവാലിഡ് ആണ്, ഇനിയുള്ള കാലത്തിന് അത് ആവശ്യമില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ മനുഷ്യൻ നവയുഗ ആത്മീയതയിലേക്ക് തിരിഞ്ഞു പോകും എന്നുള്ളതാണ് അവന്റെ സമാധാനത്തിനും സന്തോഷത്തിനും അവന്റെ ജന്മത്തിന്റെ പൂർത്തീകരണത്തിനും വേണ്ടി. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഒരു പോസിബിൾ എക്കണോമിക് റീസെറ്റ് ആണ്.
കൺവെൻഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം പണ്ട് അത് നാണയങ്ങളായിരുന്നു അല്ലെങ്കിൽ ലോഹങ്ങളായിരുന്നു, പിന്നീട് അത് ക്യാഷിന് വഴിമാറി. അതിനു മുൻപ് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു, സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളായിരുന്നു. ഇതെല്ലാം മാറി, ക്യാഷ് ആണെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. UPI പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ലാസ്റ്റ് 10 yearsൽ എടുത്ത് നോക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഇനി അതിന്റെ കൂടെ എടുത്തു പറയുകയാണെങ്കിൽ ജൻധൻ യോജനയിലൂടെ അക്കൗണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ ബാങ്കുമായിട്ട് ബന്ധമില്ലാതെ കടന്ന ആളുകൾ പോലും ബാങ്കിങ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇടനിലക്കാരും അഴിമതിയും കുറഞ്ഞു എന്നുള്ളതിന് നമുക്ക് വലിയൊരു നേട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് മണി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കള്ളനോട്ടുകളൊക്കെ ഒരുപാട് കുറഞ്ഞു പോയത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഡിജിറ്റൽ ബേസിലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോയിൽ മാത്രമല്ല നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്കും അത് വന്നിരിക്കുകയാണ്. ഇത് വഴിവെക്കുന്നത് ക്രിപ്റ്റോ കറൻസികളും അതുപോലെ തന്നെ കൺവെൻഷണൽ ആയിട്ടുള്ള ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റവും കൂടെ രണ്ടും കൂടെ മെർജ് ആകുന്ന ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പാരലൽ ആയിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് ഒരു ബാങ്കിങ് സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലൂടെ പണം കൈമാറ്റം ചെയ്യാനും ഈസി ആൻഡ് ഫ്രീ ആയിട്ടുള്ള വിനിമയത്തിനും സഹായം ഒരുക്കുകയാണ് ഗ്ലോബൽ ലെവലിൽ തന്നെ. അത് നമ്മൾ ഇനി ഒരു 5 to 10 ഇയറിന്റെ റേഞ്ചിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പോസിബിൾ ആയിട്ടുള്ള ക്യാഷ്ലെസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു എക്കണോമിക് റീസെറ്റിന് ശേഷമായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. COVID-19 വന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റുകളൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളിലേക്കും പോയി. പക്ഷെ പിന്നീട് നമ്മൾ പെട്ടെന്ന് തന്നെ ബൗൺസ് ബാക്ക് ചെയ്തു. ബട്ട് ഇനി അതിനേക്കാളും ശക്തമായിട്ടുള്ള ഒരു പാൻഡമിക് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ്. അത് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എക്കണോമിക് റീസെറ്റ് വരും എന്നുള്ളതാണ്. ആ റീസെറ്റിന്റെ സ്ഥാനത്തേക്കാണ് ഒരുപക്ഷെ ഈ പറഞ്ഞതായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാരലൽ ഫിനാൻഷ്യൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ ഒരു പോസിബിൾ ആയിട്ടുള്ള വൺ വേൾഡ് ഗവൺമെന്റിന്റെ ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പല രാജ്യങ്ങളും ഇന്ന് പല രീതിയിൽ രാഷ്ട്രീയ അതിർത്തിയുടെയും അല്ലെങ്കിൽ പല രീതിയിലുള്ള ചിന്താധാരകളുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ പതിയെ മെർജായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന 25 to 50 ഇയേഴ്സിന്റെ കാര്യത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യൻ കൂടുതൽ അഡ്വാൻസ്ഡ് ആകുന്ന സമയത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെയും എഡ്യൂക്കേഷന്റെ വിപ്ലവത്തിലൂടെയും എല്ലാ മനുഷ്യനും അറിവ് നേടുന്ന സമയത്ത് ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന സമയത്ത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുന്ന സമയത്ത് മനുഷ്യന്റെ രാഷ്ട്രീയ അതിർത്തികൾ മതത്തിന്റെ അതിർത്തികളൊക്കെ മാറ്റപ്പെട്ട് ഭൂമി എന്ന് പറയുന്നത് ഒരു വൺ വേൾഡ് ഗവൺമെന്റിന്റെ കീഴിലേക്ക് വരാനുള്ള ഒരു സാധ്യത നമുക്ക് നെക്സ്റ്റ് 75 ഇയേഴ്സിന്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഗ്രാജുവലി ഈ പറയുന്ന ഓരോ പ്രവചനങ്ങളും ശരിയായി വരുന്നതിനനുസരിച്ച് ഈ വൺ വേൾഡ് ഗവൺമെന്റിലേക്കാണ് എല്ലാ കാര്യങ്ങളും മാറി വരുന്നത് എന്നുള്ളതും നമുക്ക് ഫോർസീ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവസാനമായിട്ടുള്ള പ്രവചനം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ എത്ര അഡ്വാൻസ്ഡ് ആയാലും ഹ്യൂമൻ ബീയിങ്സ് എത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിലും എത്ര ഹെൽത്തി ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിനെ വിട്ടുപോകുന്ന ആത്മാവിന്റെ അവസ്ഥ അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നതിനെ മനുഷ്യന് 2075 ശേഷവും ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും അനശ്വരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മനുഷ്യൻ പോവുകയാണെങ്കിൽ പോലും അവൻ സ്വയം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ വരും, എനിക്ക് മരണം വേണം എന്നുള്ളത്. ആത്മഹത്യ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. 100, 200, 500, 1000 വർഷങ്ങൾ കഴിയുന്നതിന് ശേഷവും മനുഷ്യൻ അടുത്തതായിട്ടുള്ളൊരു സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മരണം എന്ന് പറയുന്നത് ജസ്റ്റ് ഡ്രസ്സ് മാറി പോകുന്ന പോലെ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മോക്ഷം കിട്ടാനായിട്ട് ആത്മഹത്യ ചെയ്ത വിഷം കഴിച്ച ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണിത്. പരബ്രഹ്മത്തിന് അല്ലെങ്കിൽ സൃഷ്ടാവിന് മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മൾ എപ്പോൾ നമ്മളെ ശരീരത്തിൽ നിന്ന് മോക്ഷം നേടണം എന്നുള്ളത് നമ്മുടെ കാര്യമല്ല. നമ്മളെ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, കർമ്മയോഗിയായിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ വരാനിരിക്കുന്ന ഭാവിയെയും കൂടി കണ്ടുകൊണ്ട് മത രാഷ്ട്രീയ ചേരിതിരിവുകളുടെയൊക്കെ അപ്പുറത്തേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് 2025 ശേഷം 2050 അതിനപ്പുറത്തേക്കും നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ പ്രവചനങ്ങൾ, എന്റെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്തേ.